കെമിസ്ട്രി ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു, വർഷ വെയിറ്റ് ചെയ്യ്, സമയം കൊടുക്കതിന് അതിന്റെ നിറം മാറും. രാസവസ്തുക്കളേക്കാൾ വീര്യം കൂടിയ മറ്റു പല വസ്തുക്കളും നമുക്ക് ചുറ്റുമുണ്ടെന്നും അവയ്ക്ക് വേണ്ട വിധത്തിൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ, വെയിറ്റ് ചെയ്താൽ അവയുടെ നിറം മാറുന്നത് ഈ രണ്ട് കണ്ണുകൊണ്ട് വിത്ത് ദീസ് ടു ഐസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് കെമിസ്ട്രി ടീച്ചർ പണ്ടേ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ ആറ്റംസ് അവിടെ തന്നെ ഉണ്ടാവും, മോളിക്യൂൾസ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അത് ലൈഫിൽ എങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കും. ലാബിൽ കിട്ടിയില്ല, പക്ഷേ ലൈഫിൽ കിട്ടി. മലയാളം ടീച്ചർ പറഞ്ഞു, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നു. ചൊറിഞ്ഞു, അപ്പൊ നന്നായിട്ട് അറിഞ്ഞു. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലായി. ഇനി കണക്കിൽ ഞാൻ പണ്ടേ കണക്കായിരുന്നു. 1x0 0, 10x0 0, 100x0 0, 1000x0 0. അതായത് ഒരു ഭാഗത്ത് 1 ആണെങ്കിലും 10 ആണെങ്കിലും 100 ആണെങ്കിലും 1000 ആണെങ്കിലും കാര്യമില്ല. അപ്പുറത്ത് 0 ആണെങ്കിൽ എപ്പോഴും അത് 0 ആയിരിക്കും. അതായത് എഫേർട്ട് മാറ്റേഴ്സ്. IT ടീച്ചർ സ്ട്രെസ് ചെയ്ത് പറഞ്ഞായിരുന്നു, അൺസെൻഡും അൺഡു ബട്ടണൊക്കെ കമ്പ്യൂട്ടറിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അവർ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ലൈഫിൽ ഈ പറഞ്ഞ അൺസെന്റും മണ്ടൊന്നും ഇല്ല, അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ജീവിച്ചോ എന്നായിരുന്നിരിക്കാം. പക്ഷെ ബയോളജി ടീച്ചർ കുറച്ച് വ്യത്യസ്തമായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞത് 9ാമത്തെ പാഠം നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ചു പഠിച്ചോ, 10ാമത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാമെന്ന് പറഞ്ഞു. അതായത് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത് നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിച്ചങ്ങോട്ട് പഠിച്ചു. ഇംഗ്ലീഷിന്റെ സാറ് പറഞ്ഞു, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അത് സത്യമായിരുന്നു. പുറംമോടിയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പുസ്തകം തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അകത്ത് ഒരു കണ്ടന്റും ഇല്ല എന്നുള്ളത്. ഇനി മെയിൻ സാധനം ഫിസിക്സ് നിത്യജീവിതത്തിൽ ലോ ഓഫ് ഇനേർഷ്യ. പുറത്തുനിന്നൊരു ഫോഴ്സ് വരാത്തടത്തോളം കാലം ഒരു വസ്തു അതിന്റെ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു. അതായത് എഫേർട്ട് വേണം, എഫേർട്ട്. ബ്രില്യന്റ്. ദേ വർ ടീച്ചിങ് us ലൈഫ് ലെസൺസ്, നോട്ട് ജസ്റ്റ് പാഠപുസ്തകത്തിലെ ലെസൺസ്.